വീട്ടിലെ ചെറിയ സ്ഥലത്ത് നമ്മൾ നട്ടു വളർത്തിയതാണ് ഈ കാണുന്ന കോളിഫ്ലവർ. കൃഷിഭവനിൽ നിന്നാണ് നമുക്കിതിൻ്റെ തൈയും കാര്യങ്ങളും ഒക്കെ ലഭിച്ചത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ കോളിഫ്ലവർ നട്ടിരുന്നു, പക്ഷെങ്കിൽ നല്ല റിസൾട്ട് ഒന്നും കിട്ടിയിരുന്നില്ല. ഇത്തവണ കുറച്ചധികം നട്ടിട്ടുണ്ടായിരുന്നു. നട്ടതിന് ദിവസം നല്ല റിസൾട്ടൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ഇതേപോലെ വിളവെടുക്കാനായിട്ട് കഴിഞ്ഞു. അധികമൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള കൃഷി. ഈ കാണുന്ന രീതിയിൽ ചെടിച്ചട്ടിയും അതുപോലെ തന്നെ വളവും ഉൾപ്പെടെയാണ് ഇത്തവണ നമ്മൾ കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനകത്തുനിന്നും നല്ലൊരു റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ക്യാബേജ് നട്ടിട്ടുണ്ടായിരുന്നു. ക്യാബേജിനകത്തുനിന്നും നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇത് ഏകദേശം 70 മുതൽ 120 ദിവസം വരെയാണ് ഇത് വിളവെടുക്കാനായിട്ടുള്ളൊരു സമയം പറയുന്നത്. മഞ്ഞ കളറ് കയറുന്നതിന് മുമ്പായിട്ട് പറിക്കണമെന്നാണ് പറയുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുഴു കുത്തി അല്ലെങ്കിൽ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നട്ട് വളർത്തുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടയിലൊന്നും തൊടാത്ത രീതിയിൽ ഇതിന് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വേണം ഇതിനെ വളർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കറി വെക്കുന്നതിനെക്കാട്ടിലും നല്ലൊരു രുചിയായിരിക്കും ഇതിന് ലഭിക്കുക. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ, വളർത്തിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ. ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഈ രീതിയിലുള്ള ഒരു ചെറിയ രീതിയിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ അടുക്കള മുറ്റത്ത് തന്നെ നട്ട് വളർത്തുക. കൃഷിഭവനെ സമീപിച്ചാൽ എല്ലാ തരത്തിലുള്ള വിത്തിനങ്ങളും തൈനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.